മരിച്ചതാരാന്ന് അറിയത്തില്ല, കൊന്നതാരാന്ന് അറിയത്തില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നൊരു കേസ് കിട്ടിയതാണ്. വെറുതെ ഒരു മുറിയിൽ നഗ്നയായ ഒരു ശരീരം, ഒരു പെണ്ണിൻ്റെ ശരീരം തന്നിട്ടിട്ട് അതിൻ്റെ പിന്നിലുള്ള കഥകൾ ചുഴിഞ്ഞെടുത്തത് ഒരു വളരെ സംതൃപ്തി നൽകിയ ഒരു കേസായിരുന്നു. അത് കേരള പോലീസിൻ്റെ അഭിമാനം ഉയർത്തി എന്നുള്ള സംശയമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബാഡ്ജ് ഓഫ് ഓണർ കേരളത്തിൽ ആദ്യമായി കൊച്ചി സിറ്റിയിൽ നിന്ന് ഞങ്ങൾക്കാണ് കിട്ടിയത്. മികച്ച കേസന്വേഷണത്തിന് അവാർഡ് കിട്ടിയ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? മികച്ച കുറ്റാന്വേഷണത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ AC എറണാകുളമായിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കുറേ മർഡർ കേസുകൾക്ക് ഞങ്ങൾക്ക് ബഹുമതികൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഓർത്തിരിക്കുന്ന സംഭവമാണ്. കമ്മീഷൻ ഓഫീസിൽ ഇരിക്കുകയാണ്. ഞാനന്ന് ആ സമയത്ത് ആ കേസിൽ ഇൻവോൾവ് ആയിട്ടില്ല. ജസ്റ്റ് അന്നത്തെ ദിവസം ഈ മർഡർ ഉണ്ടായ ദിവസം സീനിലൊന്ന് പോയി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി, അത് GCR എഴുതാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി, ഇൻസ്ട്രക്ഷൻ എടുക്കാൻ നോക്കി, ഇത് പോന്നു. ശരിക്കും പറഞ്ഞാൽ മർഡർ കേസൊക്കെ അന്വേഷിക്കേണ്ടത് CLO-ല്ല, പിന്നെ നമ്മുടെ ഒരു സൂപ്പർവിഷൻ മതി. ഇപ്പോൾ ഞാൻ കമ്മീഷണറുടെ കോൺഫറൻസ് നടക്കുന്നു, CP അദ്ദേഹം ഉണ്ട്, മനോജ് സാറുണ്ട്. അപ്പോൾ ഞാനന്ന് കൊണ്ടുപോയ കോൺഫറൻസിന് കൊണ്ടുപോയ ഇതിനകത്ത് ഓഫീസിൽ നിന്ന് എഴുതിയ കണക്ക് തെറ്റായിപ്പോയി. ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ, അപ്പോൾ അതിനൊക്കെ മനസ്സിങ്ങനെ വേറെ പല വഴിക്ക് പോയി കഴിയുമ്പം ഈ കേസ് എന്തായെന്ന് ചോദിക്കാനായിട്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പതുക്കെ തലയിങ്ങനെ അഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. കാരണം അതിന് മുമ്പ് 2 മർഡർ കേസിൻ്റെ അന്വേഷണം കഴിഞ്ഞു. സൂപ്പർവിഷൻ ഞങ്ങളെല്ലാം കൂടെ തന്നെയായിരുന്നു. അതിന് ഡിറ്റക്ഷൻ ആയി. അപ്പം ഞാൻ വിചാരിച്ചു അതായിരിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ അത് പറയാൻ ഇങ്ങനെ എടുക്കുമ്പോൾ അവിടെ നിന്ന് വിജയശങ്കർ കൈകൊണ്ട് കാണിച്ച അതല്ല, മറ്റേ കേസ് ഇങ്ങനെ കാണിച്ചു, പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാനൊന്നുമില്ല. അടുത്ത ചോദ്യം, മരിച്ചതാരാ? ഞാൻ അയാളെ നോക്കി, CA നോക്കി, ആർക്കും അറിയത്തില്ല. കൊന്നതാരാ? അത് കഴിഞ്ഞപ്പം അദ്ദേഹം സീറ്റിൽ നിന്ന് എന്തോ കാര്യത്തിൽ എണീറ്റ് ഇങ്ങനെ പതുക്കെ നടന്ന് ഈ സൈഡിലോട്ട് വന്നു. പുറകിലിങ്ങനെ ഞാനിപ്പോഴും ആ സീൻ ഓർക്കുന്നുണ്ട്. മൃദുഭാവേ ദൃഢകൃത്യേ അങ്ങനെ ഒരു ബോർഡുണ്ട്, അതിൻ്റെ നേരെയാണ് അദ്ദേഹം വന്ന് നിന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഓർത്ത് ഈ മനുഷ്യൻ ഇത് തന്നെയാണല്ലോ, മൃദുഭാവേ ദൃഢകൃത്യേ. പതുക്കെ ചിരിച്ചിട്ടാണ്. അപ്പോൾ ഈ കേസ് UNOയ്ക്ക് അയക്കാൻ തീരുമാനിച്ചോ? ഞങ്ങളുടെ ഒരു കോഡ് ഭാഷ എന്ന് പറഞ്ഞാൽ ഇത് തെളിയിക്കപ്പെടാതെ പോകുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ചെറുതായിട്ട് എല്ലാവരെയും ചേർത്ത് പറഞ്ഞു, ഈ നമ്മുടെ 4 പണ്ടന്മാരും കൂടെ ഈ കേസ് കളയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചുമ്മാ അവർ ആവേശത്തിന് ഞാൻ പറഞ്ഞില്ല, സ്ഥലത്ത് പിടിക്കുമെന്നാണ്. എന്നാൽ പിന്നെ അന്വേഷണത്തിൻ്റെ കൂടെ കൂടിക്കോ, CA ഉണ്ടല്ലോ, രമേശൊക്കെ ഉണ്ട്, നിങ്ങളൊരു ടീമായിട്ട് അത് അന്വേഷിക്കണം, അത് കണ്ടുപിടിക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് DG എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കുന്നുണ്ടത് ഉണ്ടായപ്പോൾ മുതൽ. അപ്പോൾ അതിനകത്ത് എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് വേണം, കേസ് വേണം. അപ്പോൾ ഞാൻ 3-4 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഉറക്കം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നുന്ന സമയത്താണ് കൂടെ കൊണ്ട് അടിച്ചതുപോലെ ഇത് തലേ വന്ന് വീണത്. ഉറക്കമൊക്കെ പോയി. പിന്നെ ഞാനിത് ഈ ഫയലങ്ങ് വിട്ടു. കാരണം ഇനിയിപ്പോൾ അത് ചോദിക്കത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കും ഈ തെറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ വെച്ചാൽ അത് രക്ഷപ്പെട്ടു. പക്ഷെ അതിനേക്കാളും വലിയ കുടുക്കിൽ ചാടി. ശരി, എന്തായാലും നമ്മൾ ചെയ്തല്ലേ പറ്റൂ. നമ്മുടെ രമേഷ് കുമാർ ഇങ്ങനെ ഈ കേസ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു. മരിച്ചതാരാന്നറിയത്തില്ല, കൊന്നതാരാന്നറിയത്തില്ല. ആകെ ഒരു ലോഡ്ജിൽ ഒരു നഗ്ന ശരീരം, ഒരു സ്ത്രീയുടേത്, കഴുത്തിലൊരു ഷാള്, അത് അവരുടെ കുളിമുറി കിടക്കാണ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് സീനിൻ്റെ സംഭവം. പിന്നെ അകത്ത് സാധാരണ ഒരു ലോഡ്ജിൽ കാണുന്ന കട്ടിൽ, ഒരു കസേര, മേശ, അതൊക്കെ തന്നെയുള്ളൂ. ലൈറ്റ്, ഫാൻ, നമ്മൾ സാധാരണ മാസ്റ്റർ എഴുതുമ്പോൾ കാണുന്ന സംഭവം. താഴേക്ക് വരുമ്പോൾ സാധാരണ രീതിയിൽ കാണുന്ന പോലെ തന്നെ കോണിപ്പടി. ആ മാസ്റ്റർ പോലും നമുക്ക് കാണാതെ അറിയാം. നേരെ വരുമ്പോൾ ഫ്രണ്ടിൽ ഇതിൻ്റെ റിസപ്ഷൻ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു പ്രത്യേകതയുമില്ല, ഒന്നും കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കുരുക്ക് പിടിച്ച കേസ്, ഒന്നുമില്ലാതെ ഒരു മൃതശരീരം ഒരു പെണ്ണിൻ്റെ കൊണ്ടുവന്നൊരു മുറിയിലിട്ടിട്ട് കണ്ടുപിടിച്ചോളാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകാനാണെന്ന് വിചാരിച്ച് തല ഉണ്ടാക്കി അങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞ് ഊണ് കഴിച്ച ഉടനെ നേരെ CA ഓഫീസിലോട്ട് പോയി. രമേശുണ്ട്, വിജയശങ്കറുണ്ട്, അന്ന് എനിക്ക് തോന്നുന്ന സ്ക്വാഡിലെ ജേക്കബ് ഉണ്ട്, കുമാറുണ്ട്, ദിലീപ് ഉണ്ട്, പിന്നെ ഞങ്ങൾ ഷൈൻ, അൻഷാദ്, ഞങ്ങളൊരു ടീമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇതിൻ്റെ പുറകെ ഞങ്ങൾ കൂടി. അപ്പോൾ FIR എടുത്ത് വെച്ച് വായിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നുകൂടെ സീനിൽ പോകണം. ആ സീനിൽ ഒരു പ്രാവശ്യം പോയതാണ്. അപ്പോൾ സീനിൽ ചെല്ലുന്നതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്നുകൂടെ നോക്കി അതിനകത്ത് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞങ്ങൾ അവിടെ ചെന്ന് സീൻ ഒന്നുകൂടെ പരിശോധിച്ചു. അപ്പോൾ ആദ്യം ഈ മരിച്ചതാരാണെന്ന് കണ്ടുപിടിക്കണം, അവരെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. മരിച്ചതാരാണ്, അവരുടെ പേരെന്താണ്. വെറുതെ ഒരു ഡെഡ് ബോഡി വെച്ചുകൊണ്ട് നമുക്ക് ചെല്ലാൻ പറ്റില്ല, ആരെ കൊന്നൊന്ന് കോടതി പറയും. അപ്പോൾ ഇവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നൊരു വലിയ ടാസ്കിലേക്കാണ് ആദ്യം നീങ്ങിയത്.
ഞങ്ങൾ രണ്ടാമത്തെ തവണ പോയി, ഒന്നും കിട്ടിയില്ല. തിരിച്ചു വന്ന് വീഡിയോ ഒന്നുകൂടെ നോക്കിയപ്പോൾ വീഡിയോയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ ഓരോ ഭാഗം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ മൂലയ്ക്ക് എന്തൊരു ചെറിയ ഒരു കഷണം, ഒരു കടലാസ് ചുരുട്ടിയതുപോലെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയപ്പോൾ ഒരു സംശയം, ഒരു ടിക്കറ്റാണോ? തിരിച്ചു നേരെ എനിക്ക് തോന്നുന്നു വിജയശങ്കർ പറ്റിയാണ് അവിടെ നിന്ന് പോയി ഞാനും രമേശും കൂടെ ഇരിക്കുമ്പോൾ സി ഓഫീസിലേക്ക് ഇതുമായിട്ട് വന്നപ്പോൾ ബസ് ടിക്കറ്റാ. നേരെ കലൂർ സ്റ്റാൻഡിലേക്ക് പോയി. അതൊക്കെ അപ്പോഴപ്പോൾ ഓടുകയാണ്. അതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞു തരുന്നതിന് മുമ്പ് വിജയശങ്കറും ഈ ടീമും പാർട്ടിയും എല്ലാം കൂടെ അന്വേഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. നേരെ അവർ പോയി ബസ് കണ്ടുപിടിച്ചു. ബസ്സിനകത്തെ അന്നത്തെ കണ്ടക്ടർ തന്നെയായിരുന്നു അന്ന് ഭാഗ്യത്തിന് ആ ബസ്സിലുള്ളത്. ബസ് ടിക്കറ്റ് ഞങ്ങളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഇങ്ങനെ ഇന്ന ലക്ഷണങ്ങളോട് കൂടിയ ഒരു സ്ത്രീ, ഒരു ചുരിദാറിട്ടത് ഇവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു കലൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക്. ഒരു പൊക്കം കുറഞ്ഞാണ്, ഇച്ചിരി കറുത്തതാണ്, ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാറേ ഞാനിത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന ഒരു സ്ത്രീ ആയിരിക്കണം ഇത്. കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് ബസ്സിൽ കയറാറുണ്ട്. അവർ കയറുന്ന സമയത്ത് ഇന്ന സമയമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഈ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി അതായിരിക്കണം. അല്ലാതെ എനിക്കൊന്നും പറയാൻ അറിയില്ല, അവരുടെ പേരറിയത്തില്ല. ടിക്കറ്റ് കൊടുത്തു, അവിടെ ഇറങ്ങി. ഇല്ല, നമ്മുടെ ബസ്സിൻ്റെ ടിക്കറ്റാണ്. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മരിച്ച പെണ്ണിൻ്റെ ഫോട്ടോ ഞങ്ങൾ ഈ കണ്ടക്ടറെ കാണിച്ചു. അയാൾ ആ പെണ്ണിനെ തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, ഇത് അന്യസംസ്ഥാന തൊഴിലാളിയാണ്, ആന്ധ്രാകാരിയാണെന്ന് തോന്നുന്നു, അവർക്ക് മലയാളം കുറച്ചൊക്കെ പറയാനറിയാം, അത് ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ മരിച്ചയാൾ ഏകദേശം ഒരു അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, അത് തമിഴ്നാട്ടുകാരല്ല, ഹിന്ദിക്കാരോ വേറെ ഏതെങ്കിലും, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. സ്ക്വാഡുകാരെല്ലാം പല വഴിക്ക് ബൈക്ക് എടുത്തുകൊണ്ട് പോയി, പല സ്ഥലങ്ങളിൽ ചോദിച്ചു, ഇവരുടെ കോൺട്രാക്ടേഴ്സിനെ കണ്ടുപിടിച്ചു. അങ്ങനെ ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഫോട്ടോ കാണിച്ചു. അവർ പറഞ്ഞു 3-4 ദിവസമായിട്ട് ഇവിടെ നിന്ന് കാണാനില്ല, ആൾ ഇത് തന്നെ മരിച്ചു പോയിരുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കുറിച്ചെടുത്തു. അപ്പോൾ ഭാഗ്യത്തിന് എന്തായാലും അത്രയും കിട്ടി. അപ്പോൾ ഞങ്ങൾ നേരെ വിളിച്ച് പറഞ്ഞു, സാർ ഇങ്ങനെ ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ഇതാണ് സംഭവം. അപ്പോൾ അവർക്ക് ഈ ഇടയ്ക്ക് ഇച്ചിരി സ്വഭാവ വൈകല്യമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയതായിരിക്കാനാണ് സാധ്യത. നേരെ വരുന്നു, ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ തെക്ക് ഭാഗത്തുള്ള ആ ജംഗ്ഷനിലുള്ള ക്യാമറ നോക്കും. അവിടുത്തെ ക്യാമറ നോക്കിയപ്പോൾ ആ പെൺകുട്ടി ഒരാളുമായിട്ട് നടന്നു വരുന്നൊരു വിഷ്വൽ കാണും. അയാൾ നല്ല ഹൈറ്റ് ഉണ്ട്, പെൺകുട്ടിക്ക് ഒക്കെ കുറവാണ്, ഈ ഡ്രസ്സായിട്ടിരിക്കണം. പക്ഷേ രണ്ടുപേരുടെയും മുഖം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ക്യാമറ ഇങ്ങനെ 360 ഡിഗ്രിയിൽ കറങ്ങുന്നുണ്ടോ, അതിങ്ങനെ മൂവ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഇതൊരു സ്പ്ലിറ്റ് സെക്കൻഡ് മാത്രമേ ഇവരെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ദൂരെ നിന്ന് ഇവരുടെ നടന്നു വരുന്നത് കാണാം, പക്ഷേ ആളെ അറിയില്ല. നേരെ വരുന്നു, സ്റ്റേഷനിൽ വരുന്നു. ഇങ്ങനെ വീണ്ടും നമ്മൾ കേസിൻ്റെ അന്വേഷണമായിട്ട് പോകുമ്പോൾ ഈ അവിടുത്തെ റിസപ്ഷനിസ്റ്റിനെ ഇപ്പോൾ ഇവർ 2-3 പ്രാവശ്യം ചോദ്യം ചെയ്തു. ഞങ്ങൾ ഇതാരാണ് എന്താണെന്നൊന്നും ഒന്നും അറിയില്ല. അപ്പം അയാളെ വീണ്ടും വിളിപ്പിച്ചപ്പോൾ അയാൾ ഭയങ്കര ദേഷ്യപ്പെട്ട് അവിടെ ഓഫീസിൽ വന്ന് സി ഓഫീസിൽ വെച്ച് പറയും, എന്നെ എപ്പോഴും വിളിക്കുന്നത് എനിക്ക് അവിടെ ജോലിയുള്ളതാണ്, നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഇവിടെ ഓടി വരാനുള്ളതാണോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് വരട്ടി. അത് പറഞ്ഞ് നടക്കത്തില്ല, കൊലക്കേസിൽ ഉത്തരവാദിത്വം 4 കൂടെ പറയേണ്ടി വരും, അവിടെ നിങ്ങളുടെ ഹോട്ടലിലാണ് മരിച്ചു കിടന്നത്, ആൾ വന്നില്ലെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, അതുകൊണ്ട് കഥ കിട്ടണം, ഇല്ലെങ്കിൽ തനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വരട്ടിയപ്പോൾ പറയും, സാറേ ഇയാൾ ഫോൺ ചെയ്ത് നേരത്തെ വരുന്നതിന് മുമ്പ് അവിടെ വിളിച്ച് ചോദിച്ചിരുന്നു റൂമുണ്ടോയെന്ന്. അപ്പോൾ ഇയാൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇയാളുടെ മുൻപുള്ള, എനിക്ക് മുമ്പ് ഇവിടെ റിസപ്ഷനിൽ നിന്നിരുന്ന ആളിനെ ഇയാളെപ്പറ്റി ഇങ്ങനെ അറിയാം, അയാളിപ്പോൾ ഇവിടെ നിന്ന് മാറിപ്പോൾ ഇന്ന ലോഡ്ജിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇയാളവിടെ ലോഡ്ജിൽ എഴുതിയ ഹാൻഡ് റൈറ്റിങ്ങുമായിട്ട് അവിടെയുള്ള ഹോട്ടലുകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഹോട്ടലിലും ഇയാളെ നല്ല ഭംഗിയുള്ള കൈപ്പടയിൽ ബിജു, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ഇടയ്ക്ക് ഏതോ ഒരെണ്ണത്തിൽ കണ്ണൂർ അഡ്രസ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ലോഡ്ജുകളിൽ വരുന്നയാളാണെന്ന് മനസ്സിലായി. മുമ്പ് അവിടെ നിന്നിരുന്ന ആളെ ഞങ്ങൾ കണ്ടുപിടിച്ച് വെച്ചോ പറഞ്ഞു. ഇയാളുടെ പേര് ബിജു തന്നെയാണ്, പക്ഷേ ഇയാൾ ട്രിവാൻഡ്രം ഭാഷയാണ് സംസാരിക്കുന്നത്. അവിടുത്തെ ഒരു സംസാരം ഉണ്ടല്ലോ, ആ രീതിയിലാണ് സംസാരിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ പല ഹോട്ടലുകളിലും സ്ത്രീകളെ കൊണ്ട് പോകുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്രേ അറിയാവുള്ളൂ, ഇയാളെപ്പറ്റി ബാക്കിയൊന്നും അറിയില്ല. അത് അപ്പോൾ അത്രയും അറിവായി ഒരു ബിജു, അയാൾ ട്രിവാൻഡ്രംകാരനാണ്, തെക്കൻ ഭാഗത്താണ്. അപ്പോൾ അല്ലെങ്കിൽ കേരളം മുഴുവൻ ആയിരിക്കേണ്ടി വരും ഇയാളെപ്പറ്റി. അപ്പോൾ നമുക്കൊരു തെക്ക് ഭാഗത്തേക്കുള്ള ഒരു ദർശനം കിട്ടിയതുപോലെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇരുട്ടിൽ തപ്പലായി, ഇനി എന്ത് ചെയ്യും, ഇത് ഏത് ബിജു,
ഹാൻഡ് റൈറ്റിംഗ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെ ഓരോ സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ ഈ റിസപ്ഷനിസ്റ്റ് തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അയാൾ പറഞ്ഞ് ഇവൻ എവിടെയോ ഈ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണെന്നാണ് അന്ന് ഒരിക്കൽ പറഞ്ഞത്. ഏതോ ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്. നേരെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ഞങ്ങൾ ഈ ഹോട്ടലുകളിലും അതുപോലെ തട്ടുകടകളിലും ചായക്കടകളിലും ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങി. നമ്മളിപ്പോൾ പറയുമ്പോൾ എളുപ്പം കഴിയും, പക്ഷേ അതൊരു വലിയ ഒരു ലബോറിയസ് ടാസ്ക്കാണ്. നമ്മൾ വിചാരിക്കാത്ത വലിയ ഒരു ഒരു ഇതുണ്ട്. ആ കൊച്ചി സിറ്റി മാത്രമല്ലല്ലോ, എവിടെയൊക്കെ അന്വേഷിക്കണം. തിരുവനന്തപുരത്ത് അന്വേഷിക്കുന്നു, കൊച്ചിയിൽ അന്വേഷിക്കുന്നു. അങ്ങനെ ഒരുപാട് അന്വേഷണം സാധാരണ പോലീസിൻ്റെതായ രീതിയിൽ നടത്തേണ്ടത് മുഴുവൻ അന്വേഷണം. ഇനി ഇതേ രീതിയിൽ കൊല ചെയ്തവർ പുറത്തിറങ്ങിയവരുണ്ടോ, അപ്പോൾ അതിന് ജയിലുകളിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കുന്നു. അങ്ങനെ ജഗബോധ അന്വേഷണമാണ്. കാരണം ഇത് പിടിക്കാമെന്ന് ഒന്ന് നിർബന്ധമാണ്. എല്ലാ ദിവസവും അവർ അന്വേഷിക്കുന്നുണ്ട്, ഓരോ ദിവസം ഡെവലപ്മെന്റ്. അപ്പോൾ ഹോട്ടലിൽ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് ഈ ഒരു ഹോട്ടലുകാരൻ പറഞ്ഞു, ഒരു ബിജു, അയാളുടെ ഇങ്ങനെ വലതുവശത്തെ കണ്ണിൽ ചൊള്ളക്കണ്ണ് പോലെയാണ്. അയാൾ ആണെങ്കിൽ തൃപ്പൂണിത്തുറ ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരെ അവിടുത്തെ ആയുർവേദ ഹോസ്പിറ്റലിന് അടുത്തുള്ള ഒരു തട്ടുകടയിൽ അവിടെ ഓടിച്ചെന്നു. അപ്പം തന്നെ ചെല്ലുകയാണ്. നേരെ വണ്ടി എടുക്കുന്നു, ലൈറ്റ് ഇട്ട് പറക്കുന്നു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ ഒരു ബിജു ഉണ്ടായിരുന്നു, തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ ഓരോരോ ചെറിയ ചെറിയ ഇൻഫർമേഷൻ ആയിട്ട് ഇങ്ങനെ ഫയൽ ചെയ്തിങ്ങനെ വരും. നമ്മൾ ഇഷ്ടിക വെച്ച് കെട്ടണവർ. അയാളുടെ വലത്തെ കണ്ണ് ചൊള്ളക്കണ്ണാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചുവന്ന് ഒരുമാതിരി വല്ലാതിരിക്കുന്ന കണ്ണാണ്. നല്ല ഉയരമുണ്ട്, കാണാനൊക്കെ ഒരു സിമ്പിളാണ്. പാൻറ്റും ഷർട്ടിലും മുണ്ടെടുക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. വീട്ടിലൊന്നും പോകാറില്ല, ഇവിടെ നിൽക്കുക കുറച്ച് കാലം, അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെ ഒരു നാടോടി ടൈപ്പാണ്. പിന്നെ ഇയാളെ പറ്റി അന്വേഷിച്ച് വന്നപ്പോൾ ഞങ്ങൾ ഈ തട്ടുകടക്കാരെ രാത്രി തന്നെ പലരെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഒരു ബിജു മട്ടാഞ്ചേരി നിന്നായിട്ട് അറിയാം. നേരെ അവിടെ പോയി. ഒരു ജബ്ബാർ എന്നോ മറ്റാണ് അയാളുടെ പേര്. അപ്പോൾ ഈ ജബ്ബാറിനെ കണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇയാൾ ലിബർട്ടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മദർ ഫാർമസിയുടെ അപ്പുറത്ത് കച്ചേരിപ്പടി ജംഗ്ഷനിൽ ഒരു ഹോട്ടലുണ്ടായിരുന്നു പണ്ട്. അവിടെ ജോലി ചെയ്തുകൊണ്ട് ഇവിടെ ലിബർട്ടി ബിജു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത്രയായി. അപ്പം ഞങ്ങൾ അടുത്ത ഒരു ഇഷ്ടിക കൂടെ ഈ അന്വേഷണത്തിൻ്റെ മുകളിൽ വെച്ച് കെട്ടി ഫൗണ്ടേഷൻ ഇട്ട് ലിബർട്ടി ബിജു വരെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആവേശം വന്നു, ഇത് കുറേശ്ശെ ഞങ്ങൾ അടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ലിബർട്ടി ഹോട്ടലിൽ തിരക്കി ചെന്നപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിപ്പോയി. അവിടെ വലിയ ഒരു ഫ്ലാറ്റിന് വേണ്ടിയിട്ടുള്ള കെട്ടിടമൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവം. അപ്പോൾ ലിബർട്ടിക്കാരൻ്റെ വീട്ടിലേക്ക് പോയി. രമേശോണ്ട് ഞാനുണ്ട്, വിജയശങ്കരോട് ഞങ്ങളുടെ ടീമെ കൊണ്ട് വലിയൊരു സന്നാഹമായിട്ടാണ് ചെല്ലണം. അപ്പോൾ ആ പുള്ളിക്കാരൻ എന്തോ അസുഖമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രായം. ഇപ്പം ചെന്ന് ചോദിച്ചാൽ പറഞ്ഞ സാറേ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിട്ടിട്ട് പോയി. ഇയാളെ പറ്റി ഇങ്ങനൊരുത്തരൂടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടുന്ന് മുങ്ങിപ്പോവും, പിന്നെ വരും. ആളൊരു ഇച്ചിരി കുഴപ്പമുള്ള ആളാണ്, മദ്യപിക്കും, വേറെ എന്തൊക്കെയോ പരിപാടി കൊണ്ടുവന്നൊരു സംശയമുണ്ട്. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയാണ് അയാളുടെ വീട്. അപ്പോൾ അയാളുടെ ഫോട്ടോയോ വല്ല ഉണ്ടോ? അപ്പോൾ എന്നാൽ അവിടെ കല്യാണം നടന്നപ്പോൾ അവിടെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുത്തിരുന്നു, ജോലിക്കാരുടെ ഇല്ല. അതിനകത്ത് അവൻ നിന്നിട്ടില്ല, അവൻ കല്യാണ ഫോട്ടോ ചെന്നിട്ടില്ല. അപ്പോൾ അവിടെ ഇല്ല, അവിടെയും ബ്ലോക്കായി. പിന്നെന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ ഞങ്ങൾ ഈ പഴയ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ കെട്ടിയിട്ടിട്ടുണ്ട്, നിറച്ച് പൊടിയാണ്, പൊടിക്ക് അലർജി ഇല്ലാത്ത ആൾ കയറിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ കൂട്ടത്തിൽ ആരോ ഒരാൾ ചാടി കയറി എൻ്റെ മുകളിൽ പോയി. അവിടെ നീ കെട്ടെടുത്തിട്ട് കൊണ്ടൊന്ന് കുത്തിരുന്ന് പരിശോധിക്കാൻ തുടങ്ങി. കയ്യൊക്കെ അഴുക്കായി, പൊടി മൂക്കി കയറി, തുമ്മലും ചീറ്റലൊക്കെ ആയി. അപ്പോൾ പഴയ കെട്ടല്ലേ അഴിച്ചത്, നിറച്ച് പൊടിയാണ്. അതിൽ നിന്നിങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ഈ ബിജു നെയ്യാറ്റിൻകര, അവൻ്റെ ഏതാണ്ട് ഒരു അഡ്രസ്സ് ഒരു ഫോൺ നമ്പർ എന്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കോൾ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് തൃപ്പൂണിത്തുറയുള്ള കുറച്ച് പിള്ളേർ സെറ്റൊക്കെ ഇവനെ വിളിക്കുന്നുണ്ടായിരുന്നു, ഇവനവിടെ നിന്നപ്പോഴുള്ള. അപ്പോൾ അവിടെ നിന്ന് ആ അഡ്രസ്സും തെറ്റി. അത് ഈ ലിബർട്ടിക്കാരൻ്റെ അഡ്രസ്സിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് അയാളുടെ ബുക്കിനകത്തുനിന്ന് ശമ്പളം കൊടുത്തതിൻ്റെ ഒരു റെസീറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇവൻ ഐഡൻറ്റിഫൈ ചെയ്തത്. അതാണ് എൻ്റെ സംശയം. അങ്ങനെയാണ് നേരെ തിരുവനന്തപുരത്ത് ഇയാളും ഇയാളുടെ ബ്രദറും അവിടെ ഈ കടയിലാണ് നിന്നിരുന്നത്. നേരെ അങ്ങോട്ടേക്ക് അഡ്രസ്സ് കിട്ടി. അവിടെ ചെന്ന് പറഞ്ഞ് 15 വർഷമായി ഇവിടെ നിന്ന് പോയിട്ട് ഒരറിയുമില്ല, അഡ്രസ്സൊക്കെ കറക്റ്റ്, ഞങ്ങൾ തന്നെ, ഞങ്ങളുടെ മകനാണ്, പക്ഷേ വിളിക്കാറ് പോലും ഇല്ല, എവിടെയാണെന്ന് അറിയില്ല, ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ വീണ്ടും കട്ടായി. ഇനി എവിടെയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? തിരിച്ചു വന്ന് തട്ടുകടകൾ തന്നെ ശരണം. അപ്പം വരണ വഴിക്കുള്ള തട്ടുകടകളിലും കയറി ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന തട്ടുകട കാണുമ്പോൾ ഒരു ചായ കുടിച്ച് ചോദിക്കും, ഇങ്ങനെ ഒരുത്തരം കണ്ടിട്ടുണ്ടോ ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കാർക്കും അറിയില്ല. വീണ്ടും തിരിച്ച് എറണാകുളം സിറ്റിയിൽ വന്നു. അപ്പോൾ അന്ന് രാത്രിയിൽ ഭാഗ്യത്തിന് ഒരു തട്ടുകടക്കാരനെ കിട്ടും. അയാൾ പറഞ്ഞ് കളമശ്ശേരി ഭാഗത്ത്
ഇവൻ ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. ഇതേ ലക്ഷണത്തോടു കൂടിയ ബിജു, ലിബർട്ടി ബിജു അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ കടക്കാരനുമായിട്ട് എന്തോ ഒരു ചെറിയ തെറ്റലുണ്ടായി. അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് എന്തോ ഒരു ചെറിയ കണക്ഷൻ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇവൻ അവിടെ നിന്ന് അയാളോട് മിണ്ടാതെ അവിടുത്തെ ഗ്യാസ് കുറ്റി എടുത്തുകൊണ്ടാണ് പോയത്. ആ സ്ത്രീ തൃശ്ശൂരടുത്ത് എവിടെയാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ നേരെ അപ്പം തന്നെ വണ്ടി നേരെ വിടുന്നു, ആ കടയിൽ ചെന്നു. കടക്കാരോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ നിന്ന് എൻ്റെ ഗ്യാസ് കുറ്റി കൊണ്ടുപോയിട്ട് അയാൾക്ക് നല്ല ദേഷ്യമുണ്ട് ഒരു ഗ്യാസ് കുറ്റി പോയതിൻ്റെ. പിന്നെ ആ സ്ത്രീയുടെ ഇപ്പോൾ ഇവിടെ നിന്ന് അവിടെ നല്ലൊരു ജോലിക്കാരിയായിരുന്നു. ഇവൻ പറഞ്ഞിട്ടാണ് അവരും അവിടെ നിന്ന് പോയത്. അവർക്ക് അയാൾക്ക് സംശയമുണ്ട്, അയാൾക്ക് ചെറിയ ദേഷ്യമുണ്ട്. അപ്പോൾ അയാൾ കൃത്യമായിട്ട് ഇവരുടെ വീട് പറഞ്ഞു തന്നു. നേരെ ഞങ്ങൾ രാത്രിയായപ്പോൾ ചെന്നു. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ഭർത്താവ് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, അകത്ത് കിടക്കുന്നുണ്ട്. പുറത്ത് ഇവർ ഞങ്ങളുടെ കാൽപ്പെരുമാറ്റവും ലൈറ്റും ഒക്കെ കണ്ടപ്പോൾ ഇറങ്ങി വന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കറിയത്തില്ല സാറേ, അവിടെ ഉണ്ടായിരുന്നു ഒരു ബിജു എന്ന് പറഞ്ഞിടത്തുണ്ടായിരുന്നു, അവനിപ്പോൾ എവിടെയാണെന്നൊന്നും അറിയത്തില്ലെന്നോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പോരാ, നിനക്കറിയാം, നിന്നെ കൂട്ടിക്കൊണ്ട് എന്തൊരു കട തുടങ്ങണമെന്ന് ആ കടക്കാരനോട് പറഞ്ഞിട്ട് അയാൾ ഞങ്ങൾക്ക് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അയാൾ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, അത് പറഞ്ഞു തരണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ച് ഞാൻ 2-3 കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനകത്തോട്ട് കയറാൻ പോയപ്പോൾ അതൊരു ദുസ്സൂചനയായിരുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, സാറേ അങ്ങനെയൊന്നും വേണ്ട, ഞാൻ പറയാമെന്ന്. അവൻ ഇന്ന് എന്നെ രാവിലെ ചാലക്കുടിയിൽ നിന്ന് വിളിച്ചിരുന്നു. ചാലക്കുടിയിൽ നിന്ന് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്, ഒരു കട തുടങ്ങാൻ പോകുന്നുണ്ട്, ആ കടയിൽ വന്ന് കൂടെ ജോലി ചെയ്യണം. അവിടെ ഞാൻ സ്വന്തമായിട്ടൊരു കടയാണ് തുടങ്ങാൻ പോകണം. അപ്പോൾ ചാലക്കുടി ഭാഗത്തുണ്ട് ഇയാൾ. ഞങ്ങൾ ചാലക്കുടിക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് അവിടെ ഉള്ള ലോഡ്ജുകൾ മുഴുവൻ, നമ്മൾ ഈ ലോഡ്ജ് മുഴുവൻ കയറി എന്ന് പറയുമ്പോൾ ഒരു ലോഡ്ജിലല്ല, ആ ലോഡ്ജ് അങ്ങ് അരിച്ച് പെറുക്കുകയാണ്. കുറേ സ്ഥലത്ത് കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും തളർന്നു. ഇനി 2-3 ലോഡ്ജുകളുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഇല്ല, നമുക്ക് ഇപ്പോൾ തന്നെ കയറാം. ഞങ്ങളെല്ലാവരും കൂടെ ഓരോരോ ലോഡ്ജിൽ കയറി നോക്കിയപ്പോൾ ഒരു ലോഡ്ജിൽ എഴുതിയിരിക്കുന്നുണ്ട് ബിജു. അത് കണ്ണൂർ അഡ്രസ് കമ്മിറ്റിയാണെന്ന് എനിക്ക് തോന്നണം, എഴുതിയിട്ടുണ്ട്. പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് അതാണ്, നമ്മൾ ഇരിപ്പുണ്ട് വെച്ച് നോക്കിയപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് അത് തന്നെ. അപ്പോൾ അയാളോട് ചോദിച്ചു, ഇന്ന ലക്ഷണങ്ങളോട് കൂടിയ ആളാണോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇതാണ് ഇന്ന ലക്ഷണത്തോടു കൂടിയ ആളാണ്, ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് മുറിയെടുത്തിട്ടുണ്ട്, ഇവിടെ എവിടെയോ ജോലി തിരക്കി പോയിട്ടുണ്ട്, ഇവിടെയാണ് അയാളുടെ സാധനങ്ങളൊക്കെ ഇവിടെ മുറിയിരിപ്പുണ്ട്. അപ്പോൾ KSRTC സ്റ്റാൻഡിനടുത്ത് എങ്ങാനും കാണാൻ വഴിയുണ്ടെന്നോ. ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അപ്പോൾ ഇയാൾ അഥവാ ഞങ്ങളെ കാണുകയാണെങ്കിൽ പോലീസാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓരോ ഹോട്ടലിൻ്റെയും പരിസരത്ത് മിണ്ടാതെ പോയി നിന്ന് അകത്ത് ആളുണ്ടോ എന്ന് നോക്കി, ഈ ലക്ഷണങ്ങളോട് കൂടി ആളുണ്ടോ എന്നൊക്കെ നോക്കി. ചാലക്കുടിയിൽ KSRTC സ്റ്റാൻഡിൽ ചെന്നു. ചുമ്മാ ഒരു തമാശ പറഞ്ഞിങ്ങനെ, ഇതിനകത്ത് ആളുണ്ട്, ഇപ്പോൾ വരും, ഹാൻഡ് കഫ് ഇട്ടോളമെന്നോ. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് അകത്തോട്ട് കയറിയത്. കയറി കഴിഞ്ഞപ്പം അതിനകത്ത് കുറച്ചധികം പേര് നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നല്ല ഉയരമുള്ള വെളുത്ത സുമുഖനായ വലത് കണ്ണിനെ പരിക്ക് വെച്ചതുപോലെ ചുവപ്പ് നിറമുള്ള ഒരാളെ കണ്ടു. അടുത്തോട്ട് ചെല്ലുന്നു, ബിജു എന്നൊരു വിളി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. നമുക്ക് പിന്നെ ഒന്നും സംശയിക്കാനില്ല. അയാളുടെ കയ്യെ പിടിച്ചപ്പോൾ അടുത്ത ചോദ്യം ഇങ്ങോട്ട്, സാർ നിങ്ങൾ കൊച്ചിയിൽ നിന്നുള്ള പോലീസുകാരാണോ? അതൊരു കൺഫെഷന് തുല്യമാണ്. ഞാൻ തന്നെയാണ് ബിജു എന്ന് നമ്മളോട് വിളിച്ചു പറയുന്നത് പോലെ. കയ്യിൽ ഹാൻഡ് കഫ് ഇട്ടതിന് ശേഷം ഞങ്ങൾ അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സ്ത്രീയെ കൊല്ലാനിടയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് 2 പേരും കൂടെ ആ മുറിയിൽ ഒരുമിച്ച് കഴിയാൻ വേണ്ടി വന്നതാണ്. അവിടെ വന്നതിന് ശേഷം അവർ തമ്മിൽ ചില കാര്യങ്ങളെപ്പറ്റി തർക്കങ്ങളുണ്ടായപ്പോൾ അയാൾ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബലം പ്രയോഗിച്ചു. ആ ബലം പ്രയോഗത്തിലാണ് ആ സ്ത്രീ കൊല്ലപ്പെട്ടത്. പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളായ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. ഓരോ തവണ വന്ന ഹഡിലിനെയും അത് പൊളിക്കണം എന്നുള്ള ഞങ്ങളുടെ ഒരു അതിഭയങ്കരമായ ഒരു ആഗ്രഹം. പിന്നെ ആ ടീം സ്പിരിറ്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പുതിയ പുതിയ ആശയങ്ങൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ടെക്നോളജിയൊക്കെ വളരെ ചുരുക്കമേ ഉപയോഗിച്ചിട്ടുള്ളൂ ആ സമയത്തൊക്കെ. പക്ഷെ അതിനെല്ലാം മനുഷ്യ പ്രയത്നം കൊണ്ടും ഞങ്ങളുടെ അദമ്യമായ ആഗ്രഹം കൊണ്ടും ആണ് ഇത് കവർ ചെയ്തത്. അതിനകത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് കിട്ടിയ മുകളിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് നിന്ന് കിട്ടിയ സപ്പോർട്ട് ഓരോ ദിവസവും പറയുമ്പോൾ ഇതിപ്പോൾ അടുക്കാറായി. നമ്മുടെ ഈ ചില കോച്ചുകൾ
100 മീറ്റർ ഓടി എത്താൻ പോകുമ്പോൾ കൈയടിക്കുന്നത് പോലെ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വനജപ്രൻ സാറും നമ്മുടെ DGP JK പുന്നൻ സാറും ഒക്കെ ഇങ്ങനെ ഡെയിലി ബേസിൽ കിട്ടിക്കഴിഞ്ഞപ്പം അന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ CP കാണാൻ ചെന്നു. അപ്പോൾ ചിരിച്ചൊരു ചായ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, യാസിൻ സാറായിരുന്നെങ്കിൽ സാർ ചിക്കൻ റോള് ഉറപ്പായിട്ട് തന്നേനെയെന്ന്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓരോ പീസ് കേക്ക് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇതിപ്പം CM-ൻ്റെ ഇതിന് തീർച്ചയായിട്ടും പോകും, നിങ്ങൾ അത്ര എഫർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ എഫർട്ട് എടുക്കാറുണ്ട് എല്ലാ കേസും, പറയാതിരിക്കാൻ പറ്റില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നൊരു കേസ് കിട്ടിയതാണ്. വെറുതെ ഒരു മുറിയിൽ നഗ്നയായ ഒരു പെണ്ണിൻ്റെ ശരീരം തന്നിട്ടിട്ട് അതിൻ്റെ പിന്നിലുള്ള കഥകൾ ചുഴിഞ്ഞെടുത്തത് വളരെ സംതൃപ്തി നൽകിയ ഒരു കേസായിരുന്നു. അത് കേരള പോലീസിൻ്റെ അഭിമാനം ഉയർത്തി എന്നുള്ള സംശയമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബാഡ്ജ് ഓഫ് ഓണർ കേരളത്തിൽ ആദ്യമായി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് കൊച്ചി സിറ്റിയിൽ നിന്ന് ഞങ്ങൾക്കാണ് കിട്ടിയത്. അത് നെഞ്ചത്ത് കുത്തുമ്പോൾ ഒരു പ്രത്യേക അഭിമാനമുണ്ട്.